റീസെൻ്റ്ലി എനിക്കൊരു വധഭീഷണി പോലും ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട്. പക്ഷെ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രത്തിലൂടെ തന്നെയാണ്. അതൊരു തരം പ്രതികരണം തന്നെയാണ്. പ്രതികരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിജീവിതകൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിനിപ്പോൾ എന്നെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അതിനും ഞാൻ ഓക്കെയാണ്. കാരണം ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എനിക്കൊരു ചുരിദാർ ഇട്ടിട്ട് വരാമായിരുന്നു. അതുകൊണ്ടൊന്നും ഞാനങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പേടിക്കുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടിയെ ഈ സമൂഹം പൊതുവിൽ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ പല ആൾക്കാരും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിൽ വിലയിരുത്തുന്നു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ എങ്ങനത്തെ ഡ്രസ്സസൊക്കെ ആയിരിക്കും നമ്മൾ വേറെ ഉണ്ടെന്ന് അല്ലേ? നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെയുള്ള പേരായിരിക്കും അവർ വിളിക്കുക. അപ്പം അങ്ങനെയൊക്കെ കണ്ടു വരുമ്പോൾ എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ ശരിക്കും ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നാണ് തോന്നിയിട്ടുള്ളത്? പ്രതികരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആരുടെ അടുത്തും നേരിട്ട് പോയിട്ട് ഞാനിങ്ങനൊരു വസ്ത്രം ഇടാൻ പാടില്ലേ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. പക്ഷേ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രത്തിലൂടെ തന്നെയാണ്. അതൊരു തരം പ്രതികരണം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ ഇങ്ങനൊരു ഡ്രസ്സ്, ഈ ഒരു ഷോൾഡർ സ്റ്റൈൽ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എനിക്കൊരു ചുരിദാർ ഇട്ടിട്ട് വരാമായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന് നിൽക്കുന്ന സമയത്ത് റീനി പറയുന്ന അഭിപ്രായങ്ങൾക്കൊരു വില കിട്ടണമെങ്കിൽ റീനി ഒരു ചുരിദാറോ അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകാവൂ എന്ന് ഈവൻ ഫ്രണ്ട്സും ഈവൻ റിലേറ്റീവ്സ് പോലും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വസ്ത്രങ്ങളല്ല എന്നെ തീരുമാനിക്കേണ്ടത്. എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ചോയ്സാണ്. ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതിയിട്ട് ഇതെൻ്റെ ഒരു തരം പ്രതികരണമാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിടാം. പക്ഷെ ഇതെൻ്റെ ഒരു പ്രതികരണമാണ്. ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ എത്ര നിങ്ങൾ എന്നെ അപമാനിച്ചാലും എത്ര കുത്തുവാക്ക് പറഞ്ഞാലും ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. അതാണ് എൻ്റെ ഡിസിഷൻ. അപ്പോൾ ഇതൊരു തരം പ്രതികരണം തന്നെയാണ്. ശരിക്കും അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ പല ആൾക്കാരുടെ നമുക്ക് ആർക്കും ബേസിക്കലി വാടപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ചില ആൾക്കാരുടെ ഒരു ശൈലി എന്ന് പറയാം. അപ്പോൾ ഈ കോൺട്രവേഴ്സീസ് വന്ന സമയത്ത് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫാമിലിയിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ബോൾഡായിട്ടുള്ളൊരു മകളാണ്. അപ്പം എങ്ങനെയായിരുന്നു ഫാമിലി അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം മുന്നോട്ട് പൊക്കോ, ഞങ്ങൾ ഉണ്ടെന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ വേണ്ട എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എൻ്റെ ഫാമിലി പൊതുവേ എന്നോട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതായത് അവരൊരിക്കലും ഞങ്ങൾ ഒരു സ്വാതന്ത്ര്യം നിനക്ക് തരുന്നു എന്ന് ചിന്തിക്കുന്നവരല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യം തന്നു എന്ന് പോലും അവരെന്നോട് പറയാറില്ല. അത്രയും മോഡേൺ ആയിട്ടുള്ള പൊതുവെ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, പേരൻസ് സ്വാതന്ത്ര്യം തന്നോ അല്ലെങ്കിൽ ഭർത്താവ് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് എൻ്റെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ വളരെ സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവരൊരിക്കൽ പോലും അതിൽ നിന്ന് പിന്മാറണം, എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പല പെൺകുട്ടികൾക്കും ഞാൻ കാരണം ഒരു രക്ഷ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായി എടുത്തിട്ട് വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു വധഭീഷണി പോലും ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ടുപേര് വന്നിട്ട്, ഒരാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ വരെ വധഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ പോലും വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ പേരൻസ് എനിക്ക് തന്നിട്ടുള്ളത്. അവരൊരിക്കൽ പോലും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൾക്ക് അവളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അത് ഈ സമൂഹത്തിൽ ഇത്രയും മോഡേൺ ആണെന്ന് പറഞ്ഞിട്ട് പോലും ആ സമൂഹത്തിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും വധഭീഷണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലേ, നമുക്ക് ചില ആൾക്കാർ പിന്മാറാറുണ്ട് അല്ലേ, ഒന്നും വേണ്ട നിർത്താം എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും ത്രെട്ടനിങ് ഏത് സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ശരിക്കും ഈ മെസ്സേജൊക്കെ കാണാറുണ്ടോ? കമന്റ്സൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങനെ കോൾസ് ഒന്നും അങ്ങനെ ഭീഷണിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഭീഷണിയാണ് ഉണ്ടായത്. അതുകൊണ്ടൊന്നും ഞാനങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്നോടൊരാൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്നോട് എതിർത്ത് പറയുമ്പോൾ ഒക്കെ ഭയപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ. പൊതുവെ വീക്കാവുന്നത്
സ്നേഹിക്കുന്നവരുടെ മുന്നിലാണ്. ശത്രുക്കളുടെ മുന്നിൽ വീക്ക് ആവുന്ന ഒരാളല്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. ഞാൻ അതിജീവിതകൾക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. അത് ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അതിജീവിതകൾക്ക് വേണ്ടി, അത് ഏത് കേസിലാണെങ്കിലും ജെനുവിൻ ആണെന്ന് നമുക്കറിയാമെങ്കിൽ, ജെനുവിൻ കേസാണെന്ന് നമുക്കറിയാമെങ്കിൽ അതിജീവിതകൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിനിപ്പോൾ എന്നെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അതിനും ഞാൻ ഓക്കെയാണ്. കാരണം ഇത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചോളാന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മരിക്കാനുള്ള സമയത്ത് നമ്മൾ മരിക്കും. ഈ പറയുന്ന ധൈര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഒറ്റത്തവണയെ മരണം ഉണ്ടാവുള്ളൂ. വീടുകൾ ദിവസവും മരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല.